ഹായ് ഹലോ ഫ്രണ്ട്സ്, ഏലപ്പാറയിൽ നിന്നും കട്ടപ്പനയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പോകുന്ന വഴികൾ അതിമനോഹരമാണ്. തേയിലത്തോട്ടങ്ങളുടെ ഒരു താഴ്വാരം തന്നെയാണ് ഏലപ്പാറ. കേരളത്തിലെ യാത്രയിൽ റോഡുകൾ പെർഫെക്റ്റായി തോന്നിയത് ഹൈറേഞ്ച് യാത്രയിലാണ്. റോഡ് ബെറ്റർ ആയതുകൊണ്ട് യാത്രകൾക്ക് ഭംഗിയും കൂടി എന്ന് വേണം പറയാൻ. വേനൽ മാസം ആയതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ചാടിയത്. നമ്മുടെ അവിടെ ഒന്നും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇവിടെ നല്ല കിടിലം മഴയും കാറ്റും തണുപ്പും, ആഹാ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല. അത്രയും നല്ല ക്ലൈമറ്റ്. വന്നത് വെറുതെ ആയില്ല. എന്തായാലും ഇന്നത്തെ യാത്ര ഏലത്തോട്ടത്തിന് നടുവിലുള്ള ഒരു ഡാമിലേക്കാണ്. കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. കട്ടപ്പന മേപ്പാറ എന്ന സ്ഥലമാണ്. കുറേ ദൂരം നടക്കാനുണ്ട് ഡാമിലേക്ക്. ഇതങ്ങനെ പേരുകേട്ട ഡാം ഒന്നുമല്ല കേട്ടോ, ഒരു ചെറിയ ഡാം. അനിയൻ്റെ വീട് ഇവിടെ ആയതുകൊണ്ട് അവൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഡാം ഉണ്ടെന്ന്. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുവാണ് ഏലത്തോട്ടം. അവൻ്റെ പുറകെ അങ്ങ് നടക്കുകയാണ്. വഴി തെറ്റിയാൽ തിരികെ ഇറങ്ങാൻ കൂടി അറിയില്ല, സത്യം പറയാലോ. കുറേ അധികം ഉള്ളിലേക്ക് പോകണം കേട്ടോ. നടന്ന് വയ്യാതായി. നമ്മൾ കാണാൻ പോകുന്ന ഡാമിൽ നിറയെ താമരയുണ്ട് എന്നാണ് പറഞ്ഞത്. ഏലത്തോട്ടത്തിൻ്റെ നടുവിൽ താമര വിരിഞ്ഞ് കിടക്കുന്ന ഡാം കാണാൻ നല്ല ഭംഗിയാണ് എന്നാണ് അനിയൻ കുട്ടൻ പറഞ്ഞത്. നീ നടന്നോ അങ്ങോട്ട്? നടന്നോളാം. ആ മുമ്പേ അവിടുന്ന് ഇങ്ങോട്ട് കണ്ട ഏലത്തോട്ടമാണിത്. ആ വഴി റോഡിൽ നിന്ന്. ഇതാണോ ഡാം? ആ, ഇവിടെ നല്ല തണുപ്പുണ്ട്. നീ ഇവിടെയൊക്കെ വരാറുണ്ടോ? ഇതിലെ ഇവിടെ മീൻ കിട്ടുമോ? ആ, ഗോൾഡോ? അതെന്താ വെച്ചാൽ ഗോൾഡ് ഫിഷിനെയോ ചൂണ്ടിട്ട് പിടിക്കും? അതാ ഞാൻ ചോദിച്ചേ. നിങ്ങളിച്ചിരി കയറി കിടന്നു. ഇവിടെ ആൾക്കാരുണ്ടോ? അങ്ങനെ നമ്മൾ പറഞ്ഞ ഡാമിലെത്തി കേട്ടോ. താമരപ്പൂ അധികമൊന്നുമില്ല. ഏകദേശം ഉച്ച സമയമായി. അതുകൊണ്ട് തന്നെ താമരയെല്ലാം ഇപ്പോൾ മുട്ടായി. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അത് രാവിലെ വരണമായിരുന്നു താമര കാണണമെങ്കിൽ. എന്തായാലും കൊള്ളാം.
ഏലത്തോട്ടത്തിൻ്റെ നടുവിലെ ഒരു ഡാം. നമുക്കെന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ കുറേ പേരെയൊക്കെ കൊന്നിട്ടുണ്ട് എന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. നമുക്കറിയില്ല, കേട്ടുകേൾവിയാണ്. പക്ഷേ ഫോൺ താഴെ പോയ വെള്ളത്തിൽ ഇറങ്ങി എടുക്കണേ. കാരണം അത് അത്രയും ഉള്ളിലുള്ളൊരു ഡാമാണ്. അധികം ആർക്കൊന്നും അറിയത്തില്ല. ഇതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ. ഏത് പൂ പറിക്കാനാ? സത്യം പറയാലോ, ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സാകെ അങ്ങ് പേടിച്ചു പോയി. അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. ആളുകളില്ല, അനക്കമില്ല, അത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയും വരും. ആമ്പലും താമരയും ഒക്കെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ വരുന്ന അത്ര സേഫല്ല. പിന്നെ അനിയൻ പയ്യൻ ഇവിടെ പരിചയമുള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് തന്നെ. പക്ഷെ എന്നാ നമുക്ക് ചൂണ്ട എടുത്തിട്ട് വരായിരുന്നല്ലോ. രണ്ടും കൂടെ വെള്ളത്തിൽ വീഴുമല്ലോ നോക്കാൻ വേണ്ടിയാ. അതോട്ടാ വലിയ കമ്പുണ്ടോ? അത് വേണ്ട, അത് വരയ്ക്കും. അല്ല, അത് വിരിഞ്ഞാനെ ഇത് ഫുള്ളായിട്ട് വരയ്ക്കില്ലേ. അടിവശം കിട്ടത്തില്ലേ പിന്നെ വീട് കേട്ടോ. അനിയനും മഞ്ജുവും കൂടെ കുറേ നോക്കി കേട്ടോ ആ താമരയൊന്ന് പറിച്ചെടുക്കാൻ. ഇത് താമരയല്ല, ആക്ച്വലി ആമ്പലാണ്. പക്ഷെ എന്തായാലും അത് കിട്ടത്തില്ല. കുറേ നേരം ട്രൈ ചെയ്തു, നോ രക്ഷ. അഞ്ചു സഹി കെട്ട് അടുത്ത ആമ്പൽ പറിക്കാനായിട്ട് അങ്ങോട്ട് മാറി. ഏത് അഭിഷേകം ഇഞ്ഞ് പാടാ, ഇങ്ങ് പോകണ്ട, വീട്ടിൽ പോകണോ നീ? ഞാൻ കമ്പിഞ്ഞുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതേ കണ്ടില്ലേ, ഘോര വനം പോലാണ് ഏലത്തോട്ടം. പരിചയമില്ലാതെ ഇവിടെ ആരുടെയും കൂടെ വരരുത്. അത്രയും നമ്മൾ പേടിച്ചു പോകും ഇവിടെ വന്നാൽ. ഇതേ ഞങ്ങളങ്ങനെ തിരികെ എത്തി. ഇത് ഈ കാണുന്നത് മേപ്പാറ എന്ന സ്ഥലമാണ്. ജല്ലിക്കെട്ട് മൂവി ലൊക്കേഷൻ കൂടിയാണിത്. ഇവിടെ വെച്ചാണ് കൂടുതലായും സിനിമ ചിത്രീകരിച്ചത്. വീണ്ടും എന്നെ അവൻ വേറൊരു ഏലത്തോട്ടത്തിന് നടുവിലെ കുളം കാണിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ്. അതും കുറേ ദൂരം നടന്നു കേട്ടോ. അതെടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, കാരണം നല്ല കയറ്റവും ഇറക്കമായിരുന്നു.
കുറേ നടന്നാണ് ഇവിടെ എത്തിയത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ അവിടുന്ന് വീണ്ടും ഒരു തേയിലത്തോട്ടത്തിനിടയ്ക്ക് കയറി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതിയാണ് കയറിയത്. പക്ഷെ നല്ല കയറ്റമായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും പറ്റിയില്ല. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ. ദേ ഈ കാണുന്നതാണ് ഗ്രാമ്പു. സത്യം പറയല്ല, ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. ഇതിങ്ങനെ മരത്തിലുണ്ടാകുന്ന ഒരു സാധനമാണെന്ന് ഞാൻ കരുതിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ദേ ഈ മരത്തിലുണ്ട് ചീവീട്, ഇതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.